ഞാൻ ജനിച്ചു വളർന്നത് കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ്. എൻ്റെ നാട് ചേർത്തലയ്ക്കടുത്തുള്ള പള്ളിപ്പുറം എന്നൊരു ചെറിയ ഗ്രാമമാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം വേമ്പനാട്ട് കായലും മറുവശം കൈതപ്പുഴ കായലുമാണ്. ആ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ മീൻ പിടിക്കാൻ പോകുന്നവരും പിടിച്ചു കൊണ്ടുവരുമ്പോൾ ചരുവൻ്റെ ചട്ടിയിലോ ആക്കി എൻ്റെ കൊട്ടയിലോ ആക്കി വിൽക്കാൻ പോകുന്ന ചേച്ചിമാരൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് എൻ്റെ വീട് കഴിഞ്ഞ പിന്നെ അവരാണ്. അപ്പോൾ എൻ്റെ ജീവിതം തുടങ്ങിയത് തന്നെ അവരെ കണ്ടുകൊണ്ടും അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത്. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ മീൻകറിയൊക്കെയുള്ള രുചിയും ഒക്കെ കൂടിയാണ് എന്നെ മീനിനകത്തേക്ക് കൊണ്ടുവന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജീവിച്ചത് കായലിൻ്റെ തീരത്താണ്. അപ്പോൾ കായലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ പിന്നീട് വലുതായപ്പോൾ കടലിൽ പോകുന്നവരെ കാണാൻ തുടങ്ങി. പൊതുവെ ഈ മത്സ്യത്തൊഴിലാളി ആ സമൂഹത്തെ അവർ സമൂഹത്തിന് നൽകുന്നതിൻ്റെ 1% നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 68,000 കോടി രൂപയാണ്. അതിൻ്റെ 60% വളർത്തുന്ന ചെമ്മീൻ അങ്ങനെയുള്ള സാധനം കയറിപ്പോയത് വെനാമി ചെമ്മീൻ. ബാക്കിയുള്ളതിന് വലിയ എമൗണ്ട് അല്ലേ. അതിപ്പോഴാണ് ഈ വളർത്ത ചെമ്മീനൊക്കെ നമ്മൾ അതിലെ എക്സ്പോർട്ട്. ഒരു കാലം വരെ ഇതിൻ്റെ 100% ഇവർ പോയി കൊണ്ടുവന്ന് കൊടുത്ത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇന്ന് ഈ കാണുന്ന 68,000 കോടിയുടെയൊക്കെ ബിസിനസ്. പക്ഷേ അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് അവർ ജീവിതത്തെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തോട് നമ്മൾ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം അവരെക്കുറിച്ച് നന്മ പറഞ്ഞാലും ഒന്നും മതിയാവില്ല എന്ന പക്ഷത്തുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ സീ ഫുഡ് വ്യവസായം എന്ന് പറയുന്നത്, ഞാൻ ഇറങ്ങിയത് 2012 ഞാൻ ആദ്യമായിട്ട് ഇതിനെ ഓൺലൈൻ എത്തിച്ചത്. ആ സമയത്തിൽ തന്നെ ഇന്ത്യൻ സീ ഫുഡ് വ്യവസായം എന്ന് പറയുന്നത് $50 ബില്യൺ വരുന്നൊരു വലിയ മാർക്കറ്റാണ്. അങ്ങനത്തെ ഒരു വലിയ മാർക്കറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ട് അതുവരെ ആരും അതിനെ ഡിജിറ്റലൈസ് ചെയ്തിരുന്നില്ല. അപ്പോൾ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ആ വലിയ മാർക്കറ്റിനെ 2012 സീറ്റ് ഹോം എന്ന കമ്പനി കൊണ്ടുവന്ന് ആ കമ്പനിയിലൂടെയാണ് ഞാൻ ആദ്യമായി ഇന്ത്യയിൽ ഓൺലൈൻ മീൻ വിൽക്കാൻ തുടങ്ങിയത്. ലോകത്തിൽ ആദ്യമായി പച്ച മീനിനെ ഓൺലൈൻ എത്തിച്ചതും സീറ്റ് ഹോമാണ്. ലോകത്തിൽ ആദ്യമായി പച്ച മീനിനെ ബ്രാൻഡ് ചെയ്തതും സീറ്റ് ഹോമാണ്. അപ്പോൾ അത്തരം ഒരു ഇൻഡസ്ട്രിയിലേക്ക് ടെക്നോളജിയെ കൊണ്ടുവന്ന് ആ മാർക്കറ്റിനെ ഈ വർഷം ഏകദേശം $80 ബില്യൺ അധികമായിരിക്കും ഇന്ത്യയിലെ മീൻ കച്ചവടം എന്ന് പറയുന്നത്. ആ ഒരു മാർക്കറ്റിനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തു എന്നതാണ് ഞാൻ ചെയ്ത ആ ഇൻഡസ്ട്രിക്ക് ചെയ്ത ഏറ്റവും നല്ല കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. ഒരു സാധാരണ താഴെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ബിസിനസ്സുകാരനാകണമെന്നൊരു മോഹം കൊച്ചിലെ തൊട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുണ്ടാകാനുള്ളൊരു കാരണം, എൻ്റെ നാട്ടിലൊരു LP സ്കൂളുണ്ട്, ഗവൺമെൻറ് LP സ്കൂൾ. അവിടെയാണ് ഞങ്ങൾ 4 മക്കളും പഠിച്ചവിടെ. ഞാൻ ആ സ്കൂളിലേക്ക് എല്ലാ ദിവസവും ഒരു പൂഴിലൊട്ടി കൂടി നടന്നു പോകും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു കറുത്ത അംബാസഡർ കാറിൽ പൂഴിലൊട്ടി കൂടി അങ്ങോട്ടും പോകും. അപ്പോൾ ആ അംബാസഡർ കാറിൽ ഇരിക്കുന്ന മനുഷ്യനെ കണ്ട് എല്ലാ ആൾക്കാരും ഭയങ്കര ബഹുമാനമാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഒന്ന് കൈവക്ക് കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചോട് ചോദിച്ചു, ചാച്ച ഇതാരാ ഈ അംബാസഡർ കാരൊക്കെ? പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരാണ്. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം, ചെറിയ പ്രായത്തിലപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ നാട്ടിൽ നിന്ന് അധ്യാപകരുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ആർക്കും കാറുമില്ല, ആരെയും ജനം ഇത്രയും ബഹുമാനിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു ബിസിനസ്സുകാരനായാലേ ജനങ്ങൾ ബഹുമാനിക്കൂ, ബിസിനസ്സുകാരനായാലേ ഒരു അംബാസഡർ കാർ മേടിക്കാനും പറ്റും. അപ്പോൾ അന്ന് ആ ചെറിയ മനസ്സിൽ വേണമെങ്കിൽ വാശിയൊന്നോ കുശുമ്പൊന്നോ അസൂയെന്നൊക്കെ വിളിച്ചോ, അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഞാനും വലുതാകുമ്പോൾ ബിസിനസ്സുകാരനാകും, ഞാനും ഒരു അംബാസഡർ കാർ മേടിക്കും. അവിടെ നിന്നാണ് ശരിക്കും ബിസിനസ് എന്നൊരു മോഹം തുടങ്ങിയത്. പിന്നെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ +2 കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി കയറി. അതൊരു സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനിയായിരുന്നു. അവിടുന്ന് 11 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇത്തരം കമ്പനികൾക്ക് സീ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളായി മാറി. അത് 2 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായിലേക്ക് പച്ചമീൻ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് 2008 ഉണ്ടായൊരു സാമ്പത്തിക ക്രൈസിസിനകത്ത് തകർന്നു പോയി. അങ്ങനെ അത് വീണ്ടും 2012 ആയപ്പോൾ എൻ്റെ ബിസിനസ് ഭയങ്കര മോശത്തിലായി. എന്ന് മാത്രമല്ല, ഞാൻ ആ അത്രയും വർഷം കൊണ്ട് നേടിയതെല്ലാം വിറ്റ് ഒന്നുമില്ലാത്ത ഒരാളായി മാറി. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വൈഫിനോട്, അപ്പം ഞാനൊരു ധിരുഭായി അംബാനിയാകാൻ നടക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളാണ്. അവിടെ വെച്ചാണ് വൈഫിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാമ്പത്തിക ക്രൈസിസ് വന്നു. പക്ഷെ ആ സമയത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആ സാമ്പത്തിക ക്രൈസിസ് അനങ്ങുന്നതിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി രാജ്യങ്ങളൊക്കെ താഴ്ത്തോട്ട് പോയി. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്തിനാണ് പിന്നെ നമ്മൾ ഈ വില കൂടിയ രാജ്യത്തിൽ നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്?
നിങ്ങൾക്ക് വില കൂടിയ രാജ്യത്ത് വിറ്റുകൂടെ? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ റെഡിയായത്. അങ്ങനെയാണ് 2012 www.sea2home.com എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിലേക്ക് വരുന്നത്. ഞാൻ ചെയ്യുന്നത് മീൻ തന്നെയാണെങ്കിലും ഞാൻ എക്സ്പോർട്ടറാണ്. എക്സ്പോർട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഗമയാണ്, വേറെ സ്റ്റാറ്റസാണ്, എല്ലാം വേറെ. എൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോയാൽ എൻ്റെ അപ്പൻ എക്സ്പോർട്ടറാണെന്ന് പറയും. പക്ഷേ വൈഫ് എന്താ പറയുക, വൈഫ് നിങ്ങൾ ഇന്ത്യയിൽ മീൻ കച്ചവടം ചെയ്യും. ഇന്ത്യയിലെ മീൻ കച്ചവടം ഞാൻ കല്യാണം കഴിച്ചില്ല, പെണ്ണ് പോലും കിട്ടിയില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും എനിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഫ്രഷ് ടൂമൊക്കെ വന്നതിൽ പിന്നെ കുറച്ച് മീൻ കച്ചവടത്തിൻ്റെ ഒരു ഗ്ലാമറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഗ്ലാമർ. ആ ഗ്ലാമറിൻ്റെ കാലത്ത് എന്നോട് ഇന്ത്യയിലെ മീൻ മാർക്കറ്റിൽ ഇറങ്ങാനും അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അങ്ങനെ എൻ്റെ ചിന്ത അങ്ങോട്ട് പോയില്ലായിരുന്നു എന്ന കാര്യം സത്യം. ഇന്ന് കാണുന്ന ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു വിജയമുണ്ടല്ലോ, ആ വിജയവും വളർച്ചയും ഒരിക്കലും എൻ്റെ പേഴ്സണൽ വിജയമല്ല, അല്ലെങ്കിൽ എൻ്റെ കോ ഫൗണ്ടേഴ്സിൻ്റെ മാത്രം വിജയമല്ല. ഞങ്ങളെല്ലാവരും ചേർന്നുള്ളൊരു ടീം വർക്കുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ബിസിനസ്സുകാർ ചിലർ അതിനോട് എതിര് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്ന് വളർന്നു വരുമ്പോൾ നമ്മുടെ കുറച്ച് വീതിച്ചു കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കൊടുക്കുന്തോറുവേ നമ്മൾ തേറുള്ളൂ. ആ കൊടുപ്പ് ഒരുപക്ഷെ ആൾക്കാർക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാമല്ലോ, ആ 100% ഷെയർ ഫ്രഷ് ഹോമിന് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ, ഞാനും ഞങ്ങളുടെ കോ ഫൗണ്ടർമാരും കൂടി 100% ഷെയർ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് വേണേൽ ചിന്തിക്കാം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ 100% ഷെയർ ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഫ്രഷ് ഹോം ഇത്ര ആയില്ലായിരുന്നു എന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ആ പഴയ കാലത്തെ ബിസിനസ്സിൻ്റെ ഒരു സങ്കല്പങ്ങളൊക്കെയാണ്. മുഴുവൻ നമ്മുടെ കയ്യിലായിരിക്കണം, 51% ഷെയർ നമ്മുടെ കയ്യിലായിരിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ പഴയ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതുന്ന കാലം കഴിഞ്ഞു. കാരണം ലോകം അങ്ങനെയാണ് പോകുന്നത്. ഇന്നിപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും കമ്പനി പിടിച്ചെടുക്കാൻ വരുന്നവരല്ല. അവരിട്ട പൈസയ്ക്ക് 2 വർഷം 3 വർഷം ഡബിളായി തിരിച്ചു കൊണ്ടുപോകണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ പണ്ടത്തെ കാലത്തെ പോലെ ഇത് വന്ന് കമ്പനി പിടിച്ചെടുത്ത് കമ്പനി നടത്താനൊന്നും അവർക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ ആ ടീമിനെ ബിൽഡ് ചെയ്യുന്നിടത്താണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സീറ്റ് ഹോം ആയിരുന്ന കാലത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സും ഇപ്പോൾ ഞങ്ങളൊരു ടീം ചെയ്യുന്ന ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഈ രണ്ടിലൂടെയും കടന്നുപോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ബിസിനസ്സും വലുതാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യണം എന്ന കാര്യത്തിലൊരു സംശയം. ബിസിനസ് മേഖലയിലാണെങ്കിൽ തീർച്ചയായും ധീരുഭായ് അംബാനിയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ നാട്ടിലെ കറുത്ത അംബാസഡറുകാരനെ കണ്ടു, പിന്നെ എൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനെ കണ്ടു. അന്നൊന്നും നോക്കാൻ യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ എൻ്റെ മാഗസിൻസ് വന്നതൊക്കെ വായിച്ചിട്ടാണ് അറിയുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾ ധീരുഭായ് അംബാനിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വായിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം ഏതോ പെട്രോൾ പമ്പിൽ ഒക്കെ ജോലി ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ കുറേ നാളായപ്പോൾ എനിക്കൊരു മോഹം മൂത്തു, എനിക്കൊന്ന് ധീരുഭായ് അംബാനി ഒന്ന് തുടങ്ങണം. അങ്ങനെ എൻ്റെ ഒരു 22 വയസ്സായപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി. എൻ്റെ ഓർമ്മ ഇപ്പോഴും 2 ട്രെയിൻ മാറി കയറിയെന്നാണ്. അങ്ങനെ ഞാൻ ജുനഗഡ് എന്ന ഗുജറാത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ കയറി. അവിടെ ഞാൻ ആൾക്കാരോട് ചോദിച്ചു എനിക്ക് ചോർവാട് പോകണം. അപ്പോൾ എനിക്ക് ബസ് കാണിച്ചു ചോർവാടി എന്ന്. അവിടെ ചെന്നിട്ട് ഞാൻ ഒരാളോട് പറഞ്ഞു എനിക്ക് ധീരുഭായ് അംബാനി കാണും. അപ്പോൾ അദ്ദേഹം എന്നെ ഫട്ട് എന്നൊരു വണ്ടിയുണ്ട്, ഇപ്പോഴും ഗുജറാത്തിൽ ഓടുന്നുണ്ട്. മുമ്പിൽ ബുള്ളറ്റിൻ്റെ എഞ്ചിനും പുറകിലൊരു ചതുര പലകയൊക്കെ. അതിനകത്ത് കുറേ ആൾക്കാർ ഷെയറിംഗ് ആയിട്ട് കയറിയിരിക്കും. എന്നെ ഒരു സ്കൂളിൻ്റെ വാതിൽ കൊണ്ടിറക്കി. അപ്പോൾ നമ്മുടെ സ്കൂളിൽ വാതിൽ കാണുന്ന പോലെ ഒരു മുഖം അങ്ങോട്ട് ചേർന്നുണ്ട്. പുള്ളിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു, മോനെ ധീരുഭായ് അംബാനി കുടുംബം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കുറേ നാൾ മുമ്പ് സ്ഥലം മാറിപ്പോയി, ആരും ഇവിടെ ഇല്ല. അങ്ങനെ അദ്ദേഹത്തെ അന്ന് കാണാനോ തൊടാനോ സാധിച്ചില്ലെങ്കിലും ഇന്നും ഞാൻ അവിടെ പോകുന്നുണ്ട്. ഒരു 6 മാസം മുമ്പ് ഞാൻ ധീരുഭായ് അംബാനിയുടെ ചോറോടെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് ഇപ്പം നമുക്ക് ആർക്കും കയറാം, 2 രൂപ 3 രൂപ പാസ് കൊടുത്ത് ആർക്കും കയറി കാണാവുന്ന രീതിയിൽ അത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വീടാണ്. ഞാനവിടെ ചെന്നിട്ട് എപ്പോഴും അംബാനിയുടെ വീടിൻ്റെ മെയിൻ ഡോറുണ്ട്. ആ ഡോറെ കുറേ നേരം ഞാൻ പിടിച്ചു നിൽക്കും. ഞാൻ പറയണത് കേൾക്കുന്നവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. ഞാനത് തൊട്ടിങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ പറയും, ഇതിനൊക്കെ 1000 പ്രാവശ്യം ധീരുഭായ് അംബാനി തൊട്ട സ്ഥലമാണ്, അത് മതി പിന്നെ ഒരു വർഷത്തേക്ക്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നതേ ഇന്ത്യ എന്ന രാജ്യത്താണ്. ഇവിടുത്തെ മാർക്കറ്റ് ഞാനും നിങ്ങളും ആലോചിക്കുന്നതിലേക്ക് വലുതാണ്. ഇത്രയും വലിയ ചാൻസ് ഇവിടെ ഉണ്ട്. ഒരു കോമ്പറ്റീറ്റർ വന്നുകൊണ്ടോ 10 കമ്പനികൾ വന്നുകൊണ്ടോ ആരും ഇവിടെ താഴെ പോകുന്നില്ല. ചെയ്യാൻ അവൻ ശരിയായ രീതിയിൽ അവൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടത് കൊടുക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ ചാൻസ് ഉണ്ട്. അത്രയും വലിയ മാർക്കറ്റാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റ്, ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നതിലേക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ ഓൺലൈനിൽ കൂടി വാങ്ങുന്നു ആൾക്കാരെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനം ഇപ്പോഴും അതിലേക്ക് ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം എല്ലാവരും ഓൺലൈൻ അല്ലേ എന്ന് ചോദിക്കാം. അല്ല,
ഒരു സിംഹഭാഗം ഇപ്പോഴും ഓൺലൈൻ അല്ലാത്ത ട്രഡീഷണൽ മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ ട്രഡീഷണൽ മാർക്കറ്റും കൂടി കാലക്രമേണ ഓൺലൈനിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു ഓൺലൈൻ കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് വെച്ച് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് വളർച്ച മാത്രമേ ഉണ്ടാവൂ. ഒരു ലെവലിൽ ആ കമ്പനിയെ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് കോമ്പറ്റീറ്റർ വരുന്നതിന് എന്നെ സംബന്ധിച്ച് അത് നല്ലതാണ്. കാരണം നമ്മുടെ ഒരു എതിരാളി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നിൽ എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിലും നല്ലോണം ഏതോ എൻ്റെ മേഖല അവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്, അല്ലാതെ വേറെ ബന്ധങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ പോരായ്മ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ കുറവ് എന്താണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ആ പഠനം നമ്മളെ അടുത്ത ലെവലിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കുന്നതെന്നൊരു സംശയം. ഞാൻ ബിസിനസ് തുടങ്ങുന്നതേ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടാന്ന് പറയുന്നത്. അന്ന് എൻ്റെ ആകെ ഉള്ളത് 15,000 രൂപയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഈ അരൂർ സീ ഫുഡ് മേഖലയിൽ ഒരു ഒഫീഷ്യൽ സപ്ലയർ ആകുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് നമ്മളൊരു കമ്പനി ചരക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് കമ്പനിയുടെ ഒരു സപ്ലയർ ആയെന്നെങ്കിലും പറയാനെങ്കിലും പറ്റും. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ സാധാരണഗതിയിൽ പൈസ തരുള്ളൂ. ചിലപ്പോൾ 2 ആഴ്ച കഴിയും, എന്നാലും ഒരാഴ്ചയെങ്കിലും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കണമെങ്കിൽ 15,000 രൂപ കൊണ്ട് വേണം ഞാൻ ചെയ്യാൻ. അപ്പം ഞാൻ നോക്കിയിട്ട് 15,000 ഞാൻ ചെമ്മീൻ എടുക്കാൻ പോയാൽ ഒരു ദിവസത്തേക്ക് എടുക്കാൻ പോലും തികയില്ല, നെയ്മീൻ എടുക്കാൻ പോയാൽ ഒരു ദിവസം പോലും തികയില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച സാധനമാണ് ഏറ്റവും വില കുറഞ്ഞ സാധനം, കക്കയിറച്ചി, ക്ലാം മീറ്റ്. കക്കയിറച്ചിക്ക് അന്ന് 15 രൂപ വിലയുള്ളൂ. അപ്പോൾ എനിക്ക് 1000 കിലോ കക്കയിറച്ചി എടുക്കണം. ഞാനൊരു ദിവസം മുഹമ്മ എന്ന സ്ഥലത്ത് നിന്ന് ഞാനിത് എടുക്കുന്നത്. മുഹമ്മ പോയി 100 കിലോ, 150 കിലോ, 200 കിലോ, 200 അവിടെ ഉണ്ട് 500 കിലോ ആരെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ എടുക്കുകയല്ല. ഞാൻ 200 കിലോ, 300 കിലോ, 100 കിലോ ഒക്കെ എടുത്തെടുത്ത് അങ്ങനെ കമ്പനിയിൽ ഒരാഴ്ച സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവരെനിക്ക് പൈസ തിരിച്ചു. അങ്ങനെ കുറേ നാളുകൾ ഞാൻ കക്കയിറച്ചി മാത്രമായിട്ട് നടന്ന്, അങ്ങനെയാണ് ഞാൻ കക്കയിറച്ചിയിലാണ് ആദ്യം തുടങ്ങുന്നത്. അതെൻ്റെ മൂലധനം എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, അത് വെച്ച് തുടങ്ങണമല്ലോ. ആ ഉള്ള മൂലധനം വെച്ച് തുടങ്ങാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമായിരുന്നു ക്ലാം മീറ്റ്. പിന്നെ ഞാൻ ഈ ക്ലാം മീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പനിയുടെ ഒഫീഷ്യലായപ്പോൾ എനിക്ക് ചെമ്മീനും സാധനങ്ങളൊക്കെ കടം തരാനൊക്കെ ആൾക്കാരായി. പിന്നെ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു 10-11 വർഷം ഈ കടപ്പുറങ്ങളുടെ ബന്ധം, അവരുമായിട്ടുള്ള ഒരു റിലേഷനൊക്കെ ഉള്ളത് അവർ റെഡിയായി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓഫീസ് സ്റ്റാഫില്ല, ആരുമില്ല, ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടാകുന്നു, ഒരു ആൻറ്റിനെ വലിച്ചു പൊക്കുന്നൊരു മൊബൈൽ ഫോണാണ്. അങ്ങനെ ഞാൻ അരൂർ അന്ന് ബൈപ്പാസുള്ള സമയം. അപ്പോൾ ഞാൻ അരൂർ ബൈപ്പാസിൻ്റെ മൂലയിൽ ഇപ്പോഴും നിങ്ങൾ പോയി കാണാം, അവിടെ ഒരു അരൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ബിൽഡിംഗ് ആയി. അതിൻ്റെ കഴിഞ്ഞിട്ടാണ് മനോരമ മിഷനറി. ആ ബിൽഡിങ്ങിൽ അരൂർ കോഓപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ ഒരു തിണ്ണയുണ്ട്, ഒരു വരാന്ത. അപ്പോൾ ഈ നമ്മുടെ വണ്ടികളെല്ലാം വരുന്നത്, ഇപ്പം ഞാൻ മംഗലാപുരത്തേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ കയറ്റിവിടുന്ന വണ്ടി, തമിഴ്നാട് വിളിച്ചു പറഞ്ഞാൽ അവിടെ നിന്ന് കയറ്റിവിടുന്ന, ആന്ധ്ര എല്ലാം വരുന്നത് രാത്രി ഏകദേശം ഒരു 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് വണ്ടികളെല്ലാം ഈ സ്ഥലത്ത് വരും. അപ്പോൾ നമുക്കറിയാം നാളെ ഏത് വണ്ടിയുടെ എത്തുമെന്ന്, വണ്ടി നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഹോൺ അടിക്കുമ്പോൾ നമ്മൾ ചെന്ന് ആ വണ്ടിയെ നമുക്ക് ഏത് ഫാക്ടറിയിലാണ് തൂക്കേണ്ട ഫാക്ടറി കൊണ്ടുപോകണം. അപ്പം നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ എന്നെപ്പോലെ തന്നെ ആ കമ്മീഷൻ ഏജൻസായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആ വണ്ടി കൊണ്ടുപോകും. കാരണം വണ്ടിക്കാർക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, അവർക്ക് അവിടെ തൂക്കിയിട്ട് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ടൊരു എനിക്കൊന്നൊരു 3 മാസമെങ്കിലും ഞാൻ ആ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കടത്തിനെ കിടന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്ന് അവിടെ കടത്തിനെ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന്, അവർ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത്. അന്ന് ആ കമ്പനിയിലെ മാനേജർ ഓപ്പറേഷൻസ് ആയിരുന്നു. അവിടെയുള്ള എല്ലാ ആൾക്കാരും സാറേ എന്ന് വിളിക്കുന്ന സമയം. അപ്പം ഞാൻ ഈ മുഖം റോഡിലേക്ക് തിരിഞ്ഞു കിടന്ന ഓട്ടോറിക്ഷക്കാരെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ പേപ്പർ ഇട്ടിട്ട് ഭിത്തിയിലേക്ക് മുഖം അങ്ങോട്ട് തിരിച്ചു കിടക്കും. അങ്ങനെ ഞാനൊരു 3 മാസം കൂടെ കിടന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ വേണമെങ്കിൽ അത് വലിയ കഷ്ടപ്പാടായിരുന്നല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ എനിക്കൊന്നും അതൊന്നും കഷ്ടപ്പാട്, കാരണം ഞാൻ തിരുവായി അംബാനിയാകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അംബാനി പമ്പിലൊക്കെ അടിച്ചു കൊടുത്താൽ ഇങ്ങനെ ആയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലേ നിനക്ക് ആകാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സിലായിപ്പോയി. അതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പെട്ടോ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന് എൻ്റെ ആഗ്രഹം, 2 ഞാൻ ചെയ്യുന്നത് എൻ്റെ പാഷനായിരുന്നു. മീൻസ് ആരെങ്കിലും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ ചെയ്യണതല്ല, ഞാൻ തന്നെ സ്വയം തിരഞ്ഞെടുത്ത മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഓരോന്നും എനിക്കൊരു സന്തോഷം നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒത്തിരി കഷ്ടപ്പാടുകൾ. അതെല്ലാം പറയാൻ പോയാൽ ചിലപ്പോൾ ഉള്ള ഒരു ബിസിനസ്സിൽ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ഫ്രഷ് ഹോം എന്ന് പറയുന്നത് ഇന്ത്യയിലെയും UAE-യിലെയും നമ്പർ 1 ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ്. ഞങ്ങളിപ്പോൾ ലോകത്തിലെ നമ്പർ 1 ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാകുക എന്നതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. അതിന് ഞങ്ങൾ ഫ്രഷായിട്ട്, ഇപ്പോൾ മീനും മീറ്റും മാത്രമാണ്, ആ സ്ഥാനത്ത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലുള്ള പ്രൊഡക്റ്റുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ട് ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ്, ദുബായിൽ ഞങ്ങൾക്ക് വേറൊരു സൈറ്റ് കൂടിയുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് ഫ്രഷ് ഹോം മാത്രമേ അറിയാവുള്ളായിരിക്കാം.
പക്ഷെ അവിടെയുള്ള ആൾക്കാർക്കറിയാം FTH ഡെയിലി എന്നാണ് ആ ആപ്പിൻ്റെ പേര്. FTH ഡെയിലിയിലൂടെ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകളും, പാല്, പഴങ്ങൾ, പച്ചക്കറികൾ എന്തും കിട്ടും. പക്ഷെ ഞങ്ങളുടേതായ ഒരു വ്യത്യാസം അവിടെ വേണമല്ലോ. ഇപ്പോൾ ഫ്രഷ് ടു ഹോമിലും അങ്ങനെ ഒരു സാധനം യൂണിക്നെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്തും കൊടുക്കണം. ഇപ്പം നിങ്ങളൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന അതുപോലത്തെ ഒരു കമ്പനി ഒന്ന് സാധനം വാങ്ങിയാൽ വരുന്ന പ്രൊഡക്റ്റ് ആരുടെ ആയിരിക്കും? ഏതെങ്കിലും ഒരു ബ്രാൻഡുകാരൻ്റെ ആയിരിക്കും അല്ലേ? അതിനൊരു ക്വാളിറ്റി കംപ്ലൈൻറ്റിനുള്ള ഉത്തരം പറയുന്നത് നമ്മളോട് പൈസ വാങ്ങിയ ഓൺലൈൻ കമ്പനിക്കാരല്ല. ഉത്തരം പറയുന്നത് ആ ബ്രാൻഡിൻ്റെ ഉടമയായിരിക്കും. ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ദൈനംദിനം ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഏകദേശം 60-ലധികം പ്രൊഡക്റ്റുകൾ നിങ്ങൾ FTH ഡെയിലിയിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. പാലും, ബ്രെഡ്, ചീസ്, കുറേ സാധനങ്ങൾ ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റുകൾ, ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്കത് ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാൻ. അതിനുവേണ്ടി എന്ത് വേണം? മറ്റ് സ്ഥലങ്ങൾ ആദ്യം എത്തിക്കുന്ന ഒരിടത്ത് പോയി ആദ്യമേ ഫ്രഷ് ടു ഹോം തുടങ്ങാൻ പറ്റില്ല. അതിന് പകരം ഞങ്ങളിപ്പോൾ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട്. ആ എക്സ്പോർട്ടിംഗ് കമ്പനിയിലൂടെ ഞങ്ങളുടെ ബ്രാൻഡ് പ്രൊഡക്റ്റുകളെ ഞങ്ങൾ USA, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടത്തിവിടുകയാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് അവയർനെസ് അവിടെ ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക്. അതാണ് ഞങ്ങൾ ഇപ്പോൾ. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം എന്നാണ്, ഇന്നിവിടെ സാംസങ്ങിൻ്റെ ഓണർ വന്നെന്ന് വെച്ചു, നമ്മുടെ എല്ലാ മന്ത്രിമാരും അവിടെ പോയിരിക്കും, അവർ സ്വീകരിക്കും, അവരോട് കൊണ്ടുവരും, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അല്ലെങ്കിൽ അതുപോലെ ലോകത്തെ വലിയ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ആളോട് വന്നാൽ അയാൾക്ക് ഭയങ്കര സ്വീകരിക്കും. പക്ഷെ ഇവിടെ നിന്നുണ്ടാക്കിയ പല ബ്രാൻഡുകളുണ്ട്. അത്തരം ബ്രാൻഡുകളുടെ ഓണേഴ്സിനെ ആ രീതിയിൽ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. കാരണം അത് നമ്മുടെ ഒരു പഴയ രാഷ്ട്രീയ ചുറ്റുപാടുകൾ ഉണ്ടാക്കി വെച്ച കുറേ മാമൂലുകളുണ്ട്. ഒരു ബിസിനസ്സുകാരനെന്ന് പറഞ്ഞാൽ അവനെന്തോ എന്നെയും ഈ സമൂഹത്തെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലുള്ള ഒരു ചിത്രം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. കുറേ മാറുന്നുണ്ട്, മാറാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നിങ്ങൾ ലോകത്ത് കാണുന്ന എല്ലാ ആപ്പിളായാലും ആമസോൺ ആയാലും സാംസങ് ആയാലും എല്ലാ ബ്രാൻഡുകളും ഉണ്ടായത് നമ്മളെപ്പോലത്തെ ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ചെറിയ രീതിയിൽ തുടങ്ങിയത് തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അവിടുത്തെ ഗവൺമെൻറ്റുകൾ അതിനെ അതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ വളർന്നത്. അത്തരം സപ്പോർട്ട് ഇവിടുന്ന് നമ്മുടെ മനുഷ്യരും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഗവൺമെൻറ്റുകളും ഒക്കെ കൊടുത്താൽ ഇവിടുന്നും അതിനേക്കാൾ വലിയ പ്രസ്ഥാനങ്ങളുണ്ടാവും. കാരണം ഇന്ന് ലോകത്ത് കാണുന്ന വലിയ ബ്രാൻഡുകളുടെയൊക്കെ മെയിൻ തലപ്പത്തുള്ള ഒരു 10-20 പേരെടുത്താൽ 1-2 പേര് മലയാളികളായിരിക്കും. മീൻസ് നമ്മുടെ ആൾക്കാർ അത്ര കഴിവുള്ള ആൾക്കാരാണ്. അവരെ നമ്മുടെ നാട്ടിലെ ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്ത് ലോകത്ത് അറിയപ്പെടുന്ന ബ്രാൻഡുകളാക്കി മാറ്റാൻ നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം അത്തരം ബ്രാൻഡുകളോട് എന്നാൽ നമുക്ക് വലിയ ബഹുമാനമാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ആദരവുമാണ് അല്ലേ? അപ്പോൾ പക്ഷേ ഇപ്പം അമേരിക്ക, ഇപ്പം ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് നമ്മൾ ആരാണ് ലോകം ഭരിക്കുന്നത്? ലോകം ഭരിക്കുന്ന ബിസിനസ്സുകാരാണ്, ഒരു സംശയമില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് എത്ര പ്രാവശ്യം നമ്മൾ ഒരു ദിവസം പറയുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ പ്രാവശ്യം നിങ്ങൾ ഫേസ്ബുക്കിന്റെ പേര് പറയുന്നു, എത്രയോ പ്രാവശ്യം നമ്മൾ അതിൽ കൂടുതൽ ഗൂഗിളിന്റെ പേര് പറയുന്നു. ലോകം ഭരിക്കുന്നത് ബിസിനസ്സാണ്. അതിലേക്ക് നമ്മുടെ നാടിന്റെ മനസ്സും നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി എത്തിയിട്ടില്ല. അതുകൊണ്ട് സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബിസിനസ്സുകാരെന്ന്, ഇപ്പം ഞാനായാലും ഒരു മീൻ കച്ചവടക്കാരൻ എന്നെ ആയാലും അറിയാൻ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ട്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള വലിയ ബ്രാൻഡുകളിലെ ആൾക്കാരൊക്കെ അന്ന് എന്തോ ശത്രുക്കളെ പോലെ അവരെ കണ്ടുകൊണ്ടിരുന്നു. ആ മനസ്ഥിതി മാറേണ്ട കാലം കഴിഞ്ഞു, മാറി വരുന്നുണ്ട്, പക്ഷെ മുഴുവനായി മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ എതിർപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ, കുറേ എതിർപ്പുകൾ ഇപ്പോഴുമുണ്ട്, ആ എതിർപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്തരം എതിർപ്പുകൾ നേരിടുക തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? കേരളം ബിസിനസ്സിൻ്റെ പറ്റിയ മണ്ണാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കേരളം ബിസിനസ് പഠിക്കാൻ പറ്റിയ മണ്ണാണ്. ഇത്രയും നല്ലൊരു പാഠശാല ലോകത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാൻ കിട്ടിയത്. മൈൻഡ് നീഡ്സ് ഒബ്സ്റ്റക്കിൾസ് ഡെവലപ്പ് ഇറ്റ്സ് പവർ എന്ന് പറയുന്നത്. ആ ഒബ്സ്റ്റക്കിൾസ് എല്ലാം നിങ്ങളിവിടെ ഫേസ് ചെയ്യും. നിങ്ങൾക്ക് പിന്നെ ലോകത്ത് എവിടെ പോയി കച്ചവടം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ തന്നെ തുടങ്ങണം എന്ന അഭിപ്രായക്കാരാണ്. ഫ്രഷ് ടു ഹോം എന്നൊരു ബ്രാൻഡ് വളർന്ന് കുറേ ലെവലായപ്പോൾ നമുക്ക് കുറേ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ വന്നു, അബുദാബി ഗവൺമെൻറ് വന്നു, ദുബായ് ഗവൺമെൻറ് വന്നു, ദുബായിൽ അൽഗുറ ഗ്രൂപ്പ് വന്നു, ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എല്ലാത്തിനും CFOമാരും CTOമാരും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടായപ്പോൾ ആമസോൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ തോന്നുന്നത്, ഇത് ഫ്രഷ് ടു ഹോമിൽ പണം വന്നു എന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇൻവെസ്റ്റേഷൻ നല്ലതായിരിക്കും.
പക്ഷെ അതിലും വലിയൊരു ഒരു വശം ഇതിനകത്ത് നല്ല വശം കിടപ്പുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ ചെറുതായിട്ട് ഞാൻ ഒറ്റയ്ക്കാൻ തുടങ്ങിയ ഒരു ചെറിയ മീൻ കച്ചവടം, എനിക്ക് പാർട്ട്നേഴ്സ് വന്നു, കോ ഫൗണ്ടേഴ്സ് വന്നു, ഞങ്ങളൊരു ടീമായി, ഞങ്ങളൊരു ബ്രാൻഡായി മാറിയപ്പോൾ ഇവരൊക്കെ നമ്മളെ തേടി വന്നില്ലേ? അത് ഫ്രഷ് ടു ഹോമിന് മാത്രമല്ല, നിങ്ങൾ കേരളത്തിലോ ഏത് മൂലയിലും മുക്കിലും ലോകത്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് കിട്ടുന്ന അല്ല നിങ്ങൾ ചെയ്യുന്നത് വിജയിക്കാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് നോക്കിക്കാണുന്ന കുറേ കമ്പനികൾ ലോകത്തിലും. അവർക്ക് അവരുടെ ഫണ്ടുകൾ നിക്ഷേപിക്കാൻ ഒരു അവസരം നോക്കി നടക്കുവാണ്. അവരുടെ ഫണ്ടുകൾ നിക്ഷേപിച്ചേ പറ്റുള്ളവർ. അപ്പോൾ അത്തരം അവസരങ്ങളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് വലിയ തോതിൽ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുമെന്നതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഇന്ത്യ മൊത്തം നോക്കിയാൽ ഇന്ത്യയിൽ ആ ഫണ്ട് വന്നതിന് ഭയങ്കര വലിയ വലിപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു ഫണ്ടിങ്ങിനുള്ള വലിയൊരു വാതായനം ഇവിടെ തുറന്നു കിടപ്പുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക്